വെൽക്കം ടു സിമ്പിൾ പി എസ് സി. നമ്മുടെ ചാനലിൽ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ സയൻസ് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ സയൻസും ഏകദേശം കഴിയാനായിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാമത്തെ ചാപ്റ്ററാണ്, മനുഷ്യ ശരീരം ഒരു വിസ്മയം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദഹനവും അതുപോലെ ശ്വസനവും അല്ലേ പറഞ്ഞ ഒരു പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ടോപ്പിക്ക് കഴിഞ്ഞതാണ് ഓൾറെഡി. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം എന്നിവയെ കുറിച്ചിട്ടാണ്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. ഇവിടെ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് PSC. അപ്പോൾ നമുക്ക് നോക്കാം. മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്നതിന് ഫസ്റ്റ് പറയുന്നത് രക്തപര്യന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. അപ്പോൾ ഈ രക്തം എന്ന് പറയുന്നത്, രക്തത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു അല്ലേ. അപ്പോൾ കോശങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ ആഗിരണം ചെയ്ത കുറച്ച് പോഷകഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ശ്വസനഫലമായിട്ട് ലഭിക്കുന്ന എന്താണ്? നമുക്ക് ഓക്സിജനാണ് ലഭിക്കുന്നത്. ഈ ഓക്സിജനും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? രക്തമാണ്. അപ്പോൾ രക്തം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി, രക്തത്തിൻ്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്? രക്തപര്യന വ്യവസ്ഥയിൽ വരുന്നത് ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവയാണ് രക്തപര്യന വ്യവസ്ഥയിൽ വരുന്നത്. മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് CO2 കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം എന്താണ്? ഓക്സിജൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് CO2 ഉണ്ടായിരിക്കുമല്ലോ. ഈ CO2 കലർന്ന രക്തം എവിടേക്ക് എത്തിക്കുക? ഹൃദയത്തിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തതാണ് രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക. അവിടെ നിന്ന്? ഹൃദയത്തിൽ നിന്ന് അല്ലേ. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് CO2 കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് രക്തം, രക്തത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ രക്തത്തിന് കളർ നൽകുന്നത് ആരാണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഏത് രക്താണുമാണ്? ആത്മരക്താണ് ആണല്ലേ. RBC ആണ്. നമ്മുടെ RBCയിൽ അടങ്ങിയിരിക്കുന്നതാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ ഈ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. അപ്പോൾ ചുവപ്പ് കളർ ലഭിക്കുന്നത് രക്താണുക്കളിലെ ഏതാണ്? നമ്മളുടെ ഹീമോഗ്ലോബിൻ ആണല്ലേ. അപ്പോൾ ഹീമോഗ്ലോബിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിന് സാന്നിധ്യമാണ് രക്തത്തിനെ ചുവപ്പ് നിലനിർത്തുന്നത്. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പും പ്രോട്ടീനുമാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇരുമ്പും പ്രോട്ടീനുമാണ്. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇരുമ്പും പ്രോട്ടീനുമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ രക്തം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, രക്തപര്യന വ്യവസ്ഥ പറഞ്ഞു. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും അതുപോലെ തന്നെ ബാക്കി വിവിധ ഭാഗങ്ങളിൽ നിന്ന് CO2 ഒക്കെ തിരിച്ചെത്തിക്കുന്നക്കാരാണ് രക്തമാണ്. രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അതാന്ന് പറഞ്ഞു. ഇനി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ കളർ നൽകുന്നു എന്ന് പറഞ്ഞു അല്ലേ, ചുവപ്പ് കളർ നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ന് പറയുന്നത് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു എന്ന് പറഞ്ഞു. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, ഇരുമ്പും പ്രോട്ടീനുമാണ് ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ. ഇനി ഏതിലൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഏതിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ചുവപ്പ് കളർ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ എന്തുണ്ടെന്ന് പറഞ്ഞു? ഇരുമ്പും പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇരുമ്പും പ്രോട്ടീനുള്ള ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണെന്ന് നമുക്കറിയുന്നത്? ഈന്തപ്പഴത്തിൽ നന്നായിട്ട് എന്തുണ്ട്? ഇരുമ്പുണ്ട് അല്ലേ. അതുപോലെ തന്നെ കോഴിമുട്ട, മുരിങ്ങയില എന്നിവയിലൊക്കെ എന്തുണ്ട്?
ഇരുമ്പടങ്ങിയിട്ടുള്ള ചില ഭക്ഷ്യവസ്തുക്കളുണ്ടെന്ന് മനസ്സിലായി. ഇനി ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസനകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൃദയം എന്ന് പറയുന്നതില്ലേ, ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും നേരെ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡും കൊണ്ടുപോകുന്ന ആരായിരുന്നു പറഞ്ഞു? രക്തമാണെന്ന് പറഞ്ഞു, രക്തപര്യന വ്യവസ്ഥയാണെന്ന് പറഞ്ഞു. ഇനി ഹീമോഗ്ലോബിൻ എന്താണ് ചെയ്യുന്നത്? ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അത് സെയിം പ്രവർത്തനം, ഓരോരോ അവയവങ്ങളും പലതും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ നമ്മൾ പറഞ്ഞു, ഹൃദയത്തിൽ നിന്ന് അതുപോലെ തന്നെ ഓക്സിജൻ കൊണ്ടുപോയി കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശ്വാസകോശത്തിലും ഓക്സിജൻ കൊണ്ടുപോയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആരാണ് ചെയ്യുന്നത്? ഹീമോഗ്ലോബിനാണ്. അപ്പോൾ രക്തത്തിൻ്റെ ഒരു പാർട്ടാണല്ലോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ചുവന്ന രക്തകോശം, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലേ, ചുവന്ന രക്തകോശം, റെഡ് ബ്ലഡ് സെല്ലിനെ കുറിച്ച്, RBCനെ കുറിച്ച് പറഞ്ഞു. ഡിസ്കിൻ്റെ ആകൃതിയാണ്, RBC എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കിൻ്റെ ആകൃതിയാണ്. മർമ്മമില്ല, ഇതൊന്നും അങ്ങനെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന നമ്മൾ പറഞ്ഞു RBCയിലാണ്, അതായത് RBC എന്ന് വെച്ചാൽ എന്താണ്? റെഡ് ബ്ലഡ് സെൽ, അതായത് ചുവന്ന രക്താണുക്കളാണ്, അതല്ലേ നമുക്ക് ചുവപ്പ് നൽകുന്ന ആരാണ്? ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്തായാലും ചുവന്ന രക്താണുക്കളിൽ ഉണ്ടായിരിക്കും. ഇനി ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും രക്താണു ആണല്ലോ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം. അപ്പോൾ ചുവന്ന രക്തകോശം ഡിസ്കിൻ്റെ ആകൃതിയാണ്, മർമ്മമില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം. ഓക്കെ, ഇനി എന്താണ് വെളുത്ത രക്തകോശം എന്ന് പറയുന്നത്? വെളുത്ത രക്തകോശം അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ WBC എന്ന് വെച്ചാൽ എന്താണ്? നിശ്ചിത ആകൃതിയില്ല എന്ന് പറയുന്നുണ്ട്. നിശ്ചിത ആകൃതിയില്ല. പിന്നെ എന്താണ് പറയുന്നത്? മർമ്മമുണ്ടോ? അതിന് ക്ഷേത്രരക്താണുവിന് മർമ്മം ഉണ്ട്. രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. WBC അല്ലെങ്കിൽ വെളുത്ത രക്തകോശത്തിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കുന്നു. WBCയിലും ഉണ്ട് അല്ലേ, പല ഘടകങ്ങളും ഉണ്ട് അല്ലേ WBCയിൽ. ഏതൊക്കെയാണ്? മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, പിന്നെ ഏതൊക്കെയാണ്? കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ഇതിനെ കുറിച്ചിട്ട് ഓരോ RBC, WBCനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. ഈ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ആരാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. അപ്പോൾ രക്തത്തിൻ്റെ രക്തത്തിലെ ഏത് ഭാഗമാണ്? പ്ലേറ്റ്ലെറ്റ് ആണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത്. ഓക്കെ, ഇനി പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മയാണ്. ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? പ്ലാസ്മയാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്ലാസ്മയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ചുവന്ന രക്തകോശം എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ ആകൃതിയാണ്, മർമ്മമില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം നടത്തുന്നു. വെളുത്ത രക്തകോശം രോഗാണുക്കളെ നശിപ്പിക്കുന്നു, നിശ്ചിത ആകൃതിയില്ല, മർമ്മം ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. പ്ലാസ്മ രക്തത്തിൻ്റെ ദ്രാവക ഭാഗം, ഇളം മഞ്ഞ നിറം, ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇനി നമുക്ക് രക്തപര്യന വ്യവസ്ഥയെ കുറിച്ചിട്ട് പറയുകയാണ്. രക്തപര്യന വ്യവസ്ഥയിൽ ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വായിച്ചിരുന്ന ആൻസർ ചെയ്യുക. ഈ ടേബിളില്ലേ, മുകളിലത്തെ ടേബിൾ, അതിനുള്ള ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്, അത് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി രക്തപര്യനത്തിൽ എന്തൊക്കെയുണ്ട്? ലോമികകളുണ്ട്, ധമനിയുണ്ട്, സിരയുണ്ട്. അതുപോലെ തന്നെ ധമനി എന്ന് പറയുന്നത് എന്താണ്? സിര എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഏതോ ലാസ്റ്റ് പീരീഡിലാന്ന് തോന്നുന്നുണ്ടോ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് ധമനികൾ, എന്താണ് സിരകൾ, എന്താണ് ലോമികകൾ? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. എന്താണ് ധമനി? ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ധമനി എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ധമനി എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവല്ലോ സിരകൾ എന്ന് പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് പറയുന്നതിന് പകരം എന്ന് പറയും മറ്റു ശരീരഭാഗങ്ങളിൽ നിന്ന്. ഓക്സിജൻ അല്ലല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും കൺഫ്യൂഷൻ കൂടും. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുക? ഒരെണ്ണം നല്ല വൃത്തിയായി
മെറ്റീരിയൽ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് മറ്റേത് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ധമനികൾ എന്താണെന്ന് പറഞ്ഞു, ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലാണ് ധമനികൾ എന്ന് പറഞ്ഞു. സിരകൾ എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. ഇനി സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. നേർത്ത രക്തക്കുഴലുകളാണ് എന്ന് പറയുന്നത് ലോമികകൾ എന്ന് പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതലടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് എന്ത്, ലോമികകൾ. രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. ഇനി മെയിനായിട്ടുള്ളൊരു ഭാഗമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയം എന്ന് വെച്ചാൽ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ആരാണ്, ഹൃദയമാണ്. ഇനി ഓരോ ജീവികളെയും നൽകിയിട്ടുണ്ട്. ഓരോ ജീവികൾക്കും എത്ര ഹൃദയത്തിൻ്റെ അറകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ആദ്യം തന്നെ നൽകിയിട്ടുള്ള ജീവി ഏതാണ്, മണ്ണിരയല്ലേ. ഇത് മണ്ണിരയാണ് ആദ്യത്തെ ജീവി എന്ന് പറയുന്നത്. 5 ജോഡി പാർശ്വഹൃദയങ്ങളാണുള്ളത്. ഈച്ചയ്ക്ക് 13 അറകളാണ് ഉള്ളത്. എന്നാൽ മത്സ്യത്തിന് 2 അറകളാണ്. ഇത് പഠിച്ചിരിക്കുക. മത്സ്യത്തിന് എത്ര അറയാണ്, 2 അറകളാണ്. തവളയ്ക്ക് 3 അറകളും കോഴിക്ക് 4 അറകളാണ് ഉള്ളത്. ഇനി നമ്മുടെ ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട്. നമ്മുടെ ഹൃദയത്തിന് എന്താണ്, ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഷ്ടിയോളം, നമ്മുടെ കൈമുഷ്ടി എത്രയാണോ അത്ര വലിപ്പമാണ് എന്തിനുള്ളത്, ഹൃദയത്തിനുള്ളത്. അതുപോലെ തന്നെ ഹൃദയത്തെ ആവരണം ചെയ്തിട്ട് ഒരു ഇരട്ട സ്ഥലമുണ്ട് അല്ലേ. ഹൃദയത്തെ ആവരണം ചെയ്തിട്ട് ഇരട്ട സ്ഥലമുണ്ട്. അതിനെയാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. പെരികാർഡിയം, കാർഡിയോളജി എന്ന് പറഞ്ഞ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ പെരികാർഡിയം എന്ന് പറയുന്നത് ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്ഥലമാണ്. മനുഷ്യ ശരീരത്തിൽ എത്ര ഹൃദയത്തിന്, മനുഷ്യനിൽ ഹൃദയത്തിന് എത്ര അറകളുണ്ട്, 4 അറകളാണുള്ളത്. അപ്പോൾ ഇത് പറയാൻ കാരണം കോഴിക്ക് 4 അറകളാണ്. അപ്പം മനുഷ്യന് എത്രയാണ്, 4 അറകളാണ്. കോഴിക്കും മനുഷ്യനും 4 അറകളാണ്. 3 അറകൾ തവളയ്ക്കാണ്. അതുപോലെ തന്നെ മത്സ്യത്തിന് 2 അറകളാണ്. ഈച്ചയ്ക്ക് 13 അറകളാണ്. 5 ജോഡി പാർശ്വ ഹൃദയങ്ങളുള്ളതാണ് ആർക്ക്, മണ്ണിരയ്ക്ക് അല്ലേ. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം. ഇനി ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് വെച്ചിട്ടാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്, ഹൃദയസ്പന്ദനവും പൾസും പറയുന്നുണ്ട്. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതിനെയാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ, ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എത്ര പ്രാവശ്യം, 72 പ്രാവശ്യമാണ് സ്പന്ദിക്കുന്നത്. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത്. 72 പ്രാവശ്യമാണ് സ്പന്ദിക്കുന്നത്. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നു. അതിനെയാണ് പൾസ് എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായിട്ട് ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതിനെയാണ് പൾസ് എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അത് കാരണമാണ് നമ്മൾ കയ്യിൽ പൾസ് വെച്ച് നോക്കാറുണ്ടല്ലോ അല്ലേ. നമ്മൾ ഹൃദയം പിടിക്കുന്ന കറക്റ്റ് നമ്മൾ ഡോക്ടേഴ്സൊക്കെ നോക്കുന്നത് കയ്യിലെ പൾസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് കാരണം എന്താണ്, ഹൃദയസ്പന്ദന നിരക്കും അതുപോലെ തന്നെ പൾസിൻ്റെ നിരക്കും തുല്യമായതിനാലാണ്. കൈത്തണ്ടയിലും നെറ്റിയുടെ ഇരുവശങ്ങളിലൊക്കെ എന്താണുള്ളത്, അവിടെ പൾസ് ഉണ്ടായിരിക്കില്ലേ. അപ്പം ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ തരംഗജലം ഉണ്ടാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പൾസ് എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും തുല്യമായിരിക്കും. ഇനി ആരാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്? സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. റെനെ ലെനാക്കാണ് ആദ്യമായിട്ട് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇനി ഹൃദയാരോഗ്യത്തിന് കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് എൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയാരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലാകും. പുകവലി മദ്യപാനം പാടില്ല, അത് വേഗം എന്നെ രോഗിയാക്കും എന്ന് പറയുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ തളർത്തുമെന്ന് പറയുന്നുണ്ട്. കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി മുറിവുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ശുദ്ധജലം ഉപയോഗിച്ചിട്ട് മുറിവ് വൃത്തിയാക്കുക. അതുപോലെ തന്നെ മുറിവിൽ അമർത്തി പിടിക്കുക. കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തി പിടിക്കുക.
രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക, വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. ഇനി ഹൃദയം മാറ്റിവെക്കൽ. ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെച്ചത് ആരാണ്? 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരാണ്? ക്രിസ്ത്യൻ ബർണാഡ്. അത് മാത്രമാണ് ഇവിടെ മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രക്തദാനം, മഹാദാനം. രക്തം നമ്മൾ ദാനം ചെയ്യണം അല്ലേ? എത്ര ലിറ്റർ വരെയാണ് ദാനം ചെയ്യാനായിട്ട് പറ്റുക? എത്ര വയസ്സ് കഴിയണം? 18 വയസ്സ് കഴിഞ്ഞാലേ നമുക്കിത് ദാനം ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ, അതുപോലെ തന്നെ ഗർഭിണികൾ എന്നിവർക്കൊന്നും പാടില്ല, രക്തം ദാനം ചെയ്യാനായിട്ട് പാടില്ല. ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ വരെ രക്തമുണ്ടാകും? 5.5 ലിറ്റർ വരെയാണ് രക്തമുണ്ടാകുന്നത്. ഇനി വിസർജന വ്യവസ്ഥ. അപ്പോൾ നമ്മൾ രക്തപര്യന വ്യവസ്ഥ പഠിച്ചു കഴിഞ്ഞു. ഇനി പറയുന്നത് വിസർജന വ്യവസ്ഥയാണ്. ദഹനം, രക്തപര്യനം, ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഇല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ ദഹനം, ശ്വസനം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? രക്തപര്യനം പറഞ്ഞു. ദഹനം, ശ്വസനം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് പോയി നോക്കാം കേട്ടോ. ഇനി എന്താണ് വിസർജനം എന്ന് പറയുന്നത്? ശ്വസന ഫലമായിട്ടുണ്ടാകുന്ന വാതകം ഏതാന്ന് പറഞ്ഞു? ഓക്സിജൻ നമ്മൾ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാണ് അല്ലേ? ഇത് പുറന്തള്ളുന്ന അവയവം ഏതാണ് പുറന്തള്ളുന്ന അവയവം ഏതാണ്? ഇനി മറ്റെന്തെല്ലാം വിസർജ്ജന വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്? അവ എങ്ങനെയാണ് പുറന്തള്ളുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വിസർജനം എന്ന് പറയുന്നത് അറിയാലോ, ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, അതുപോലെ തന്നെ ലവണങ്ങൾ തുടങ്ങിയവ പുറന്തള്ളുന്ന പ്രക്രിയ. അപ്പോൾ വിസർജനം എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഉണ്ടായിരിക്കാം? യൂറിയ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അധികമുള്ള ജലം ഉണ്ടായിരിക്കും, ലവണങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ലവണങ്ങൾ ഉണ്ടായിരിക്കും. ഇനി വൃക്കകളാണ് മെയിനായിട്ട് വിസർജനത്തിന് പങ്കുവഹിക്കുന്നത്. അപ്പോൾ വൃക്കകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൃദയം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് വൃക്കകളെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകളാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായിട്ട് പ്രവർത്തിക്കുകയാണ് വൃക്കകളുടെ ധർമ്മം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി വൃക്കയും അരിക്കലും എങ്ങനെയാണ് അരിക്കൽ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെ ലവണങ്ങളാണ് എവിടേക്കൊക്കെയാണ് പോകുന്നത്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൃക്കയും അരിക്കലും കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. പയർവിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ വൃക്ക എവിടെയാണ് കാണപ്പെടുന്നത്? പയർവിത്തിന്റെ ആകൃതിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആകൃതി പറഞ്ഞു, പയർവിത്തിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇനി ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന ആരാണ്? വൃക്കധമനിയാണ്. വൃക്കധമനി എന്ന് പറയുന്നതാണല്ലോ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്നതാണല്ലോ. അപ്പോൾ രക്തം എത്തിക്കുന്നത് വൃക്കധമനിയാണ്. വൃക്കയിലേക്കായ കാരണം വൃക്കധമനിയാണ്. വൃക്കധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. അതിൽ എന്തൊക്കെ ഉണ്ടാവും? യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ, അരിച്ചതിന് ശേഷം സിരയിലൂടെയാണ് തിരിച്ചു പോകുന്നത് നമുക്കറിയാം. അപ്പോൾ വൃക്കയിലൂടെ തിരിച്ചു പോകുന്ന കാര്യം വൃക്കസിര എന്ന് പറഞ്ഞു. അപ്പോൾ വൃക്കസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ ഇവയെല്ലാം കൂടുതലായിരുന്നു വൃക്കയിലേക്ക് പോകുമ്പോൾ. അരിച്ചു മാറ്റലിന് ശേഷം അതിൻ്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ വൃക്കയുടെ അരിക്കലിന് വിധേയമായി രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ അരിച്ചതിന് ശേഷം ബാക്കിയുണ്ടാകുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണ്? മൂത്രത്തിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത്. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.